എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. മഹാരാജ നീ തന്നെയാണോ രാജ? സത്യം. മഹാരാജ. ഞാനിവിടെ നിശബ്ദനായ ഒരു ഗർജിക്കുന്ന സിംഹം, കിടന്നുറങ്ങുന്ന ഓഫായ സിംഹം. പല മ്യൂസിക് ഒക്കെ ഉണ്ട്. എന്തായാലും മഹാരാജ സിനിമ കണ്ടത് ഞാനാണ്. ഇവൻ ഗിറാണ് കണ്ടത്. ഗിർ എന്ന സിനിമയുടെ റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇവൻ പറഞ്ഞ റിവ്യൂ. ഓക്കെ, എന്തായാലും മഹാരാജയിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ് ഒന്ന് തിരുത്താനാണ്. റിവ്യൂ ഒന്നും നിങ്ങൾ കണക്ക് കൂട്ടല്ലേ. എന്റെ അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞു. എന്റെ പൊന്നോ. ഓക്കെ, മഹാരാജ സിനിമ നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു തിരിച്ചുവരവ്. അത് തന്നെയാണ് ഈ സിനിമ. ശരിക്കും ഒരു വമ്പൻ തിരിച്ചുവരവ്. അതായത് ശരിക്കും മഹാരാജാവായി. എന്തായാലും മഹാരാജ നമ്മുടെ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം. മോശമാക്കിയിട്ടില്ല, വേറെ ലെവൽ സിനിമയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. അതിന് ആദ്യം എടുത്തു പറയേണ്ടതിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആട്ടോ. ഗംഭീര ട്വിസ്റ്റ്, നല്ല ഗംഭീര സസ്പെൻസ്, വേറെ ലെവൽ കണ്ടൻറ്റ്. എങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആയിരിക്കുന്നത്. എന്താ സിനിമ! നീ എന്റെ മുഖത്തോടുകൂടി ഇടയ്ക്ക് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. സത്യടാ, എന്താ സ്ക്രിപ്റ്റ് എന്നറിയോ? അതാ പറഞ്ഞ, നീ എന്റെ മുഖത്തോടെ ഇടയ്ക്ക് നോക്കുന്ന നല്ലതായിരിക്കും. സങ്കടവും വിഷമവും എല്ലാം ഉണ്ടാവും എന്റെ മുഖത്ത്. വളരെ മികച്ച മേക്കിങ്. ഞാൻ ഒരിക്കലും ഇത് ഈ രീതിയിലുള്ള ഇത്ര സ്പീഡുള്ള സിനിമയാണെന്നുള്ളത് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വിടുതലയൊക്കെ പോലെ ഒരു വേറെ രീതിയിൽ. ഞാൻ ചോദിക്കാൻ വേണ്ടി ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തീരെ പറ്റിയിട്ടില്ലായിരുന്നു, സത്യമായിട്ട് പറയാം. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സുഖം തോന്നിയില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സിനിമ കാണൂല കേട്ടോ. അത് വേറെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻ വേറെ രീതിയിലാക്കിയ ഒരു ട്രെയിലറായിരുന്നു. അതെ, എന്നാൽ അങ്ങനെയല്ല സിനിമ, വേറെ ലെവലാണ്. അതായത് ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഇത്ര മികച്ച സ്ക്രിപ്റ്റിലൊരു സിനിമ കണ്ടിട്ട്. സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഞെട്ടല് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതാണ് എല്ലാവരും പറയാറുള്ളത്. അതായത് ഒരു സിനിമേന് ഡയറക്ഷനോ മേക്കിങ്ങോ എല്ലാം വേണം. പക്ഷെ അതിനേക്കാട്ടിലും ഒക്കെ കൂടുതൽ ഒരു സിനിമേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ സിനിമ അതിന്റെ ആത്മാവ് എന്ന് പറയുന്ന സാധനം ശരിക്കും സ്ക്രിപ്റ്റാണ്. സത്യം. അതില്ലെങ്കിൽ എങ്ങനെ സ്ക്രിപ്റ്റ് ഒരുക്കണം എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ അറിയോ, എങ്ങനെ അതിൻ്റെ ട്വിസ്റ്റുകൾ കൊണ്ടുവന്നറിയോ? ഓരോ കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന രീതി, അതിനുശേഷം ആ കഥാപാത്രങ്ങളാവുന്നത്, പിന്നെ നമുക്ക് ചില സീനുകളിൽ തരുന്ന കൺഫ്യൂഷൻസ്, അതിനുശേഷം അത് ക്ലാരിറ്റി തരുന്നത്. എന്താ സിനിമ! എന്തായാലും ഒരുപാട് പേരുടെ മികച്ച പെർഫോമൻസ് ഉണ്ട് ഇതിൽ. വിജയ് സേതുപതി 2 ലുക്കിലാണ് വന്നിട്ടുള്ളത്. കൊടൂര ക്യാരക്ടർ. ഈ ക്യാരക്ടർ അതായത് ഇനിയും അതായത് ഇതുപോലത്തെ ക്യാരക്ടറുകൾ ഇങ്ങനെ വരാൻ നമ്മൾ ആഗ്രഹിക്കും. വിജയ് സേതുപതി ഇങ്ങനെ പതിഞ്ഞ താളത്തിൽ അങ്ങ് പൂന്ത് വിളയാടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അത് തുടക്കത്തിൽ മെല്ലെ പിന്നെ അങ്ങോട്ട് ആ കഥാപാത്രത്തിന്റെ ഡെപ്ത്, എന്താണ് ആ കഥാപാത്രം. അല്ലെങ്കിൽ ഈ തമിഴില് ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ. ഇപ്പം വിടുതലയിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. അതിനകത്തും ചെയ്തു വെച്ചിരിക്കുന്ന ഇപ്പം വിജയ് സേതുപതിന്റെ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനത്തെ ഇവരുടെയൊക്കെ, സൂര്യന്റെ ആണെങ്കിലും ഒക്കെ ഭയങ്കരമാണ് ക്യാരക്ടറിന്റെ ഡെപ്ത്. അതേപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് വിജയ് സേതുപതിന്റെ കരിയറിൽ ഒരാൾ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമ എടുക്കുക, എന്നിട്ട് അതിലൊരു 5 ബെസ്റ്റ് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഇതുണ്ടാവും. അത്രയ്ക്ക് അടിപൊളിയാണ്. കാരണം അത്രത്തോളം ഡെപ്താണ്. ഭീകരമായൊരു ക്യാരക്ടറാണ് ഇത്. റിവെഞ്ചാണ്. പിന്നെ അതുപോലെ എന്നാൽ റിവെഞ്ചാണ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കൂല. വേറെ രീതിയിലുള്ളൊരു സിനിമ. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന, ഇതിൽ ഒരുപാട് താരങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ച, സ്ക്രിപ്റ്റ് കൊണ്ടും സംവിധാനം കൊണ്ടും വളരെ മികച്ചതാക്കിയ ഒരു സിനിമയാണ് മഹാരാജ. മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു സീനുണ്ട്, ആ സീനൊക്കെ നമ്മൾ ഞെട്ടിപ്പോകും. പിന്നെ അതിൽ സി ആയിട്ട് അഭിനയിച്ച നായകൻ, ആളുടെ ക്യാരക്ടറിൻ്റെ ഷെയ്ഡുകൾ കൊടൂരാണ്. പിന്നെ പോലീസിൻ്റെ ഇതിലെ ഇടപെടലുകൾ, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ട്വിസ്റ്റുകൾ, പിന്നെ നായകനിൽ നിന്ന് വരുന്ന നമുക്ക് ആ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള, അതായത് പണിയെടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ താരം. വില്ലൻ അനുരാഗ് കശ്യപ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ ആളെ കണ്ടപ്പോ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് ലിയോ സിനിമയിൽ വരുന്നു, വെടി കൊണ്ടുവന്നു, ചാകുന്നു. എന്നാൽ അതുപോലെ അല്ല ഇവിടെ. ലാസ്റ്റ് വരെ വേറെ ലെവല്. അതായത് പിന്നെ ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നറിയോ, അതായത് സാധാരണക്കാരനായിട്ടുള്ള ആളാണ്, എന്നാൽ ഡെവിളിഷ് ആകുന്ന സമയത്ത് ആളൊരു വേറെ ടൈപ്പ്. സാധാരണക്കാരനായിട്ട് ഒരു സ്നേഹമുള്ളൊരു അച്ഛനായിട്ട് വേറെ ടൈപ്പും.
എന്താണെന്നറിയോ, കഥാപാത്രങ്ങളെല്ലാം ശരിക്കും ഇവർ രണ്ടുപേരും പൂണ്ട് വിളയാട്ടം. രണ്ടാളത് മാത്രമല്ല അടിയോ, ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇപ്പം മമത ചെറിയ റോളിലാണ്, ഒരു ടീച്ചറായിട്ടാണ്. മമത മോശമില്ലാത്ത ഒരു കഥാപാത്രം. എന്നാൽ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരുപാടൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു ക്യാരക്ടർ. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് അഭിരാമി ഉണ്ട്, അനുരാഗ് കശ്യപിൻ്റെ ഭാര്യയായിട്ടാണ്. ആൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വേറെ ലെവലാണ്. ഇമോഷണൽ സീനുകളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അത് ആ ഇമോഷണൽ സീൻ കാണുമ്പോൾ എല്ലാം, അതായത് അതിലാരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. അതിന് കാരണം ആ സീനിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എന്താണെന്നറിയോ, സോങ് ഞാൻ ഓർക്കുന്നില്ലല്ലോ, സോങ് അതായത് സോങ് തുടക്കത്തിലേ സോങ്ങിലൂടെ കുറച്ച് സീനുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് സോങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഒറ്റ സോങ് ഉള്ളതല്ലേ. ആക്ഷൻസ് ഒക്കെ വേറെ ലെവലാ. അത് ഞാൻ പറയുന്നില്ല, അത് പറയാം, കണ്ടു കഴിഞ്ഞ് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്പാക്ട്. ഇപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, അതായത് സാധാരണ നമുക്കറിയാം, ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഒരു സാധാ സ്ലോ ആയിട്ട്, അങ്ങനെയല്ല, അങ്ങനെ ഒരു സാധനമായിരിക്കും. പക്ക കൊമേഴ്ഷ്യൽ എലമെന്റ്സോടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളുള്ള നല്ല കിഡിലൻ സസ്പെൻസ് ക്രൈം ത്രില്ലറാണ് സിനിമ. അപ്പൊ സംഭവം ഇവര് മനഃപൂർവ്വം തന്നത് തന്നെയാണ് ട്രെയിലർ. അത് അങ്ങനെയല്ല, ട്രെയിലറിന്റെ അതേപോലെ അല്ല സിനിമ, നമ്മളൊന്ന് തെറ്റിച്ചതാ. അതെ, ഇതിലെ ഒരു കുപ്പത്തൊട്ടിക്ക് വേണ്ടിയിട്ടാണ് ആള് സ്റ്റേഷനിലേക്ക് വരുന്നത്. കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് വിളിക്കുന്ന ഒരു കുപ്പത്തൊട്ടി. എന്നിട്ട് അതിനു വേണ്ടി ആൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലും ഞെട്ടിക്കുക, ലോജിക്ക് പരമായിട്ട് ഇതൊന്നും ശരിയല്ലല്ലോ അല്ലേ. പക്ഷെ ആ കഥാപാത്രം പിന്നീട് അങ്ങനെ വളർന്നു വരുന്ന സമയങ്ങളിൽ എന്താണ് ആ പറഞ്ഞത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് കിട്ടുന്ന ഒരു ത്രില്ലുണ്ട്, രോമം അങ്ങനെ എണീറ്റ് നിൽക്കും ഓരോ സമയങ്ങളിലും. ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോ എന്റതും ഞാനും കണ്ടപ്പോ ഭയങ്കര എണീക്കില്ലായിരുന്നു രോമം, ദേഷ്യം കാരണം ഇവരെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തിട്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ടല്ലോ മോനെ, വിജയ് സേതുപതി വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അതായത് ആളുടെ പിസ്സ സിനിമ അല്ലേ, അതുപോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ജനങ്ങൾ കൂടുതൽ തവണ കാണാൻ പോകുന്ന സിനിമയായിരിക്കും എന്നുള്ളത് വെറുതെ പറഞ്ഞല്ല. അത് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ, ഇത്രയും കേട്ടിട്ട് എനിക്കും തോന്നുന്നുണ്ട് സിനിമ റൈറ്റ് ആയിരിക്കും. അതെ, ആളുടെ മകളായിട്ട് വന്ന ആ കുട്ടി, ആൾക്ക് ലാസ്റ്റ് ഭാഗങ്ങളിൽ നല്ല പെർഫോമൻസ് ഉണ്ട്, ഗംഭീരമാക്കിയിട്ടുണ്ട്. ആദ്യം ചില സമയങ്ങളിൽ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയാണ്, ചില സമയങ്ങളിലൊന്നും ഒരു സുഖം തോന്നില്ല ചില സമയങ്ങളിൽ. പിന്നെ വില്ലന്മാരായി വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരാൾ നമ്മുടെ ബോയ്സിലെ ഒരു പയ്യനുണ്ടല്ലോ, മണികണ്ഠനോ, ആ ആളുണ്ട്. ആളൊക്കെ മാറി, അതായത് രൂപേ മാറി. അല്ലടാ, എന്നാലും ചെറിയൊരു മാറ്റൊക്കെ ഫീൽ ചെയ്യും. എനിക്ക് ഓർമ്മയില്ല, ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഏറ്റവും നല്ല ലുക്ക്. അല്ല, ഇത് മോശം ലുക്കാന്നല്ല കേട്ടോ, ആളുടെ ക്യാരക്ടറും വേറെ ലെവലായിരുന്നു. എന്താണെങ്കിലും വന്നവരും നിന്നവരും പോയവരൊക്കെ പൊളിച്ചിട്ടുണ്ട്. സൂപ്പർ സിനിമയാണ്. അതായത് ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും മികച്ച സ്ക്രിപ്റ്റാണത്. എങ്ങനെ വേണം സ്ക്രിപ്റ്റ് ചെയ്താൽ. എന്താണെങ്കിലും സിനിമ ഞാനൊന്ന് പോയി കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റിലെ നമുക്കിങ്ങനെ പ്രോപ്പർട്ടീസ്, പിന്നെ ചില സംഭവങ്ങളുണ്ടല്ലോ, ഈ ആവർത്തിച്ച് പറഞ്ഞ സാധനം, അത് നമ്മളിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്, അതിനുശേഷം അത് വേറെ രീതിയിൽ പറയുമ്പോൾ ഉണ്ടാവുന്നത്, അതിനിങ്ങനെ അത് മികച്ച കഴിവുള്ള ഒരാൾക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് ഒരുക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും കൊരങ്ങു മുംബൈക്ക് ശേഷം നിതിലൻ സ്വാമിനാഥന്റെ ഒരു വെടിച്ചില്ല ഐറ്റം അതിനേക്കാളും അപ്പുറമാണ് വിജയ് സേതുപതിന്റെ തിരിച്ചുവരവ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ പോയിട്ട് കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, പോവല്ലേ? ഞാൻ കുറെ എക്സൈറ്റ്മെന്റ് ഇടാത്തതാണ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ഞെട്ടും, ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഞെട്ടിയിട്ട് പോവാം, ഞാനും ഞെട്ടിയിട്ട് വരാം. ഇന്നല്ലോട്ടോ, ഞാൻ നാളെ ഞെട്ടിക്കോളാം. ഇന്ന് നിങ്ങൾ പോയിട്ട് ഞെട്ടും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ഒരു ഞെട്ടലിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.